ജോസ് ചേരുന്നു. വയസ്സൻ 2024 ലോകാരോഗ്യ സംഘടനയുടെ അന്താരാഷ്ട്ര ആരോഗ്യ നിയന്ത്രണ ഭേദഗതി വീറ്റോ ചെയ്യാൻ എന്തുകൊണ്ടാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്? അതോടൊപ്പം വെനസ്വേലയിലേക്ക് യാത്ര ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം കൂടി പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും രോഹിണി, 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പൗരന്മാർക്ക് നൽകുകയും അമേരിക്കൻ പൗരന്മാരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വിവരം അമേരിക്കൻ സർക്കാർ നൽകിയിരിക്കുന്നത്, ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ 2024 ഒരു നിബന്ധനയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില അമെൻമെന്റുകൾ ഉണ്ടായിരുന്നു. അമെൻമെന്റുകൾ അനുസരിച്ച് കുറെ കൂടി ലോകരാഷ്ട്രങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ സാമ്പത്തികമായ പിന്തുണയും നൽകാൻ വികസിത രാജ്യങ്ങൾ തയ്യാറാകണമെന്നൊരു നിലപാടാണ്. അത് ആരോഗ്യരംഗത്തെ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു നീക്കം ഉണ്ടാകണമെന്നൊരു നിലപാടാണ് അറിയിച്ചത്. ആ നീക്കത്തിൽ നിന്നും പിന്മാറുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അമെൻമെന്റിനെ വീറ്റോ ചെയ്യാനുള്ള ഒരു അധികാരം പ്രയോഗിക്കുന്നു അമേരിക്ക എന്നാണ് ഇപ്പോൾ സാമി ബ്രൂസ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം യുനെസ്കോയുമായി ബന്ധപ്പെട്ടതാണ്. യുനെസ്കോയ്ക്ക് വേണ്ടി പണം നൽകുന്നത് അല്ലെങ്കിൽ അതിന് ധനസഹായം നൽകുന്നതിൽ നിന്നും ഒഴിവാകാനുള്ള ഒരു തീരുമാനവും അമേരിക്ക ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്നു. നമുക്കറിയാവുന്നതാണ്, ട്രംപ് അധികാരമേറ്റപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് ധനസഹായം നൽകുന്നത് നിയന്ത്രിക്കുന്നതും അമേരിക്കയുടെ ചെലവ് കുറയ്ക്കുകയും അന്താരാഷ്ട്ര ചെലവുകൾ കുറയ്ക്കുകയും അമേരിക്കയ്ക്ക് വേണ്ടി ആ തുക അമേരിക്കൻ പൗരന്മാർക്ക് ഗുണകരമായ രീതിയിൽ പ്രയോഗിക്കുകയും ചെയ്യുക എന്നൊരു നിലപാട് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. വെനിസ്വേലയിലേക്കുള്ള യാത്രാ വിലക്കിന്റെ സാഹചര്യം ഇതുപോലെ തന്നെ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വെനിസ്വേലയിലേക്ക് അമേരിക്കൻ പൗരന്മാർ യാത്ര ചെയ്തെന്ന ഒരു നിർദ്ദേശമാണ് പ്രധാനമായും ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ പ്രധാന ഘടകം തന്നെ അതാണ്. മറ്റൊരു ഏറ്റവും സുപ്രധാനമായ ഘടകം യുഎന്നിന്റെ വിവിധ സംഘടനകളിൽ നിന്ന്, യുനെസ്കോയിൽ നിന്നും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അതിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിനുള്ള നിലപാടുകളിൽ നിന്നും അമേരിക്ക കൂടുതൽ പുറകോട്ട് പോകുന്നതെന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.